കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഹുറൂഫുൽ ജറുകളെ കുറിച്ച് പഠിച്ചുവല്ലോ. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് നാഅത്ത് വൽ മൻഊത്ത് എന്നതിനെ കുറിച്ചാണ്. ഒരു നാമത്തിന്റെ ഗുണം സൂചിപ്പിക്കുന്ന തൊട്ടു പിറകെ വരുന്ന പദമാണ് നാഅത്ത് അഥവാ സിഫത്ത്, വിശേഷണം എന്നുള്ളത്. വിശേഷിപ്പിക്കപ്പെടുന്ന നാമത്തെ മൻഊത്ത് എന്നും അഥവാ മൗസൂഫ്, വിശേഷ്യം എന്നും പറയുന്നു. ഇവ നമുക്ക് ചില ഉദാഹരണങ്ങളുടെ കൂടുതലായി പരിചയപ്പെടാം. ഹാദാ കിതാബുൻ മുഫീദുൻ, ഇത് ഒരു ഉപകാരപ്രദമായ പുസ്തകമാണ്. ഹാദാ മൈദാനുൻ ഫസീഹൻ, ഇത് വിശാലമായ ഒരു ഗ്രൗണ്ടാണ്. തഫത്തഹത്തിൽ വർദത്തുൽ ജമീലത്തു, ഭംഗിയുള്ള റോസാപുഷ്പം വിടർന്നു. ഉദാഹരണ വാക്യങ്ങളിലെ ഫസീഹൻ, മുഫീദുൻ, അൽ ജമീലത്തു എന്നീ മൂന്ന് പദങ്ങൾ അവയ്ക്കു തൊട്ടു മുമ്പുള്ള നാമങ്ങളെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ അവക്ക് നാഅത്ത് എന്ന് പറയുന്നു. നാഅത്ത് ഏത് നാമത്തെ വിശേഷിപ്പിക്കുന്നുവോ അതിനെ മൻഊത്ത് എന്നും പറയുന്നു. ഹാദാ കിതാബുൻ മുഫീദൻ എന്നുള്ളതിൽ കിതാബുൻ എന്നുള്ളത് മൻഊത്ത് ആയിക്കൊണ്ടും മുഫീദൻ എന്നുള്ളത് നാഅത്ത് ആയിക്കൊണ്ടും പറയുന്നു. നാഅത്ത് മൻഊത്തിനെ എല്ലാ അവസ്ഥകളിലും പിൻപറ്റുന്നതാണ്. അത് റഫായിരുന്നാലും നസ്ബായിരുന്നാലും ജറായിരുന്നാലും അത് മുഅന്നസ് ആയിരുന്നാലും മുദക്കറായിരുന്നാലും നാഅത്ത് മൻഊത്തിനെ എല്ലാ അവസ്ഥകളിലും പിൻപറ്റും. വർദത്തുൻ ജമീലത്തുൻ, ഭംഗിയുള്ള റോസാപുഷ്പം. കിതാബുൻ മുഫീദൻ, ഉപകാരപ്രദമായ പുസ്തകം. ഇതിൽ വർദത്തുൻ എന്നുള്ളത് മുഅന്നസാണ്. അതിന് നാഅത്തായിക്കൊണ്ട് ജമീലത്തുൻ, വർദത്തുൻ ജമീലത്തുൻ, വർദത്തുൻ ജമീലുൻ എന്ന് പറയാതെ വർദത്തുൻ ജമീലത്തുൻ എന്ന് മുഅന്നസിനെ നാഅത്ത് പിൻപറ്റുന്നു. അതേപോലെ കിതാബുൻ മുഫീദുൻ. ഇതിൽ നിന്ന് നാഅത്ത് എന്താണെന്നും മൻഊത്ത് എന്താണെന്നും നാം പഠിച്ചു. ഖറഅതു ഖിസ്സതൻ സ്വഈറതൻ, നളർതു ഇലാ ബുസ്താനിൻ മുസ്മിരിൻ. ഈ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്നും നാഅത്തും മൻഊത്തും വേർതിരിച്ചുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ ശ്രമിക്കുമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.